ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. പരിപ്പും മുരിങ്ങക്കായും കൊണ്ടുള്ള കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് വറുത്തിടുന്നതിനായിട്ട് അല്പം ഉള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ടു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ അയമോദകം, 2 വറ്റൽമുളക് ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതായത് ബ്രൗൺ കളറായി വരണം. നമ്മൾ മുന്നേ വറുത്തെടുത്ത് വെക്കുകയാണ്. പിന്നീട് നമുക്ക് ചട്ടി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം ഒന്ന് നല്ലോണം മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മളത് മാറ്റി വെക്കുകയാണ്. ചട്ടിയിൽ അല്പം എണ്ണ ബാക്കിയുണ്ടാവും. അതിലേക്ക് ആദ്യം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ് അതും കൂടി ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഇട്ട് നകക്ക വെള്ളം ഉണ്ടാകണം. എന്നാലും അത് നല്ലോണം വെന്ത് വരുമ്പോഴത്തേനും പിന്നെ വെള്ളം കുറയും. നമ്മൾ പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെക്കുക. ഒരു 10-15 മിനിറ്റ് നേരെ ഇരുന്ന് വേകണം. മൺചട്ടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച്. ഇടയ്ക്കൊന്നെടുത്ത് തുറന്ന് നോക്കുക എങ്ങനെയുണ്ട്. മുരിങ്ങക്കായൊന്ന് തൊട്ട് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന്. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് വാളൻപുള്ളി ചേർക്കേണ്ടവർക്ക് അത്യാവശ്യം ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ വാളൻപുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല, കാരണം 2-3 തക്കാളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. തേങ്ങ അരയ്ക്കാത്ത വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൽ ഞാൻ മസാലകളായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. മല്ലിപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടില്ലേ, ആ സമയത്ത് അല്പം മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. 3-4 പീസ് തക്കാളിയും കൂടി എടുത്ത് നല്ലോണം ഒന്ന് ഉടച്ച് ചേർക്കാവുന്നതാണ്. അങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് ഒന്നും കൂടെ രുചിയുണ്ടാവും. കറി നല്ലോണം തിളച്ച് കഴിഞ്ഞു. ഇനി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്താലും മൺചട്ടിയിൽ വെച്ച കറിയാണല്ലോ, അതുകൊണ്ട് അവിടെ ഇരുന്ന് തിളച്ചോളും. ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇന്നത്തെ ഊണിൻ്റെ ഒഴിച്ചു കൂട്ടാനാണ്. ഇങ്ങനെ നിങ്ങൾ കറി വെക്കാറുണ്ടോ? ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുമല്ലോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്, ലൈക്ക്, ഷെയർ അതെന്താണെന്ന് വെച്ചാൽ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.